സുഹൃത്തുക്കളെ, എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു മരുന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ വായ തൊട്ട് നമ്മുടെ മലദ്വാരം വരെയുള്ള ഈ കുടലിലെ സർവ്വവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. ഈ മരുന്ന് ഒരു പ്രസിദ്ധ വൈദ്യൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഈ വ്യക്തി അൾസറായതിനു ശേഷം വയറ്റിൽ മുഴുവൻ അൾസറായതിനു ശേഷം അതിനുശേഷം ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ഓപ്പറേഷനൊക്കെ ഡേറ്റ് ഫിക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരു വ്യക്തി ഈ ഒരു മരുന്ന് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത്. ഈ വ്യക്തി ഈ മരുന്ന് ചെയ്തതിന് ശേഷം ഒരു മാസം ചെയ്യുന്ന സമയത്തും വയറ്റിലെ കംപ്ലീറ്റ് ആയിട്ട് പ്രശ്നങ്ങൾ മുഴുവൻ പോയി. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഈ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. വളരെ നിസ്സാരമായിട്ടുള്ള സംഭവമാണ്. ഇത് ആർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് മറ്റനേകം ഗുണങ്ങളുണ്ട്, അനവധി ഗുണങ്ങളുണ്ട്. അതായത് ഈ ഒരു മരുന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സർവ്വരോഗ സംഹാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മരുന്ന് മറ്റൊന്നുമല്ല, ആര്യവേപ്പിലയാണ്. ഈ ആര്യവേപ്പിലയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാൽപാദം മുതൽ തലവരെയുള്ള സർവ്വരോഗത്തിനും, അതായത് BP ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, തലയിലെ ഡാൻഡ്രഫ് ആയിക്കോട്ടെ, സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ, രക്തത്തിൻ്റെ അശുദ്ധി ആയിക്കോട്ടെ, അതേപോലെ തന്നെയുള്ള അൾസർ ആയിക്കോട്ടെ, വ്രണങ്ങളായിക്കോട്ടെ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതിനെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സംഗതിയാണ് ആര്യവേപ്പ്. ചില ഔഷധങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, സർവ്വരോഗ സംഹാരിയായിരിക്കും. പക്ഷെ നമ്മളതിനെപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യുക. ഉദാഹരണമായിട്ട് കറുകപ്പുല്ല് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു 400 രോഗങ്ങൾക്ക് വെറും കറുകപ്പുല്ല് മതി. പക്ഷെ ഒരാളും കറുകപ്പുല്ല് ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? അത് സുലഭമായിട്ട് കിട്ടുന്നത്. ലക്ഷങ്ങൾ കൊടുത്തിട്ട് വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ മെഷീനും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. കാരണം അതാണ് ശാസ്ത്രീയം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ആയുർവേദത്തിലെ പുരാതനകാലമായിട്ടുള്ള അറിവ്, 5000 വർഷം പഴക്കമുള്ള അറിവ്, അത് നമുക്ക് വളരെ നിസ്സാരമാണ്. നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാൻ തയ്യാറാണ്. കുറേ കോട്ടും സ്യൂട്ടും പരിഷ്കാരവും കുറേ ഇംഗ്ലീഷും ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ വളരെ തൃപ്തരാകുന്ന ആൾക്കാരാണ് ഇന്നത്തെ ആൾക്കാർ. അതിനെ മുതലെടുക്കാൻ കുറേ ആൾക്കാരുണ്ട്. പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 50 ടെസ്റ്റും പിന്നെ കുറേ ഓപ്പറേഷനും പിന്നെ ഡെയിലി ഒരു 10-50 ഗുളിയും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ ആശ്വാസമായി. ഇവനാണ് ശരിയായിട്ടുള്ള ആളെന്ന് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും വിലയില്ല. അവർ വളരെ ഇതെന്ത് വലിയ ഒട്ടും കാര്യമില്ല, വെറുതെ കിടക്കുന്ന എന്തോ ഒരു സാധനം തന്നു അങ്ങനെ പോയി എന്ന് പറയും. നിർമ്മലാനന്ദഗിരി മഹാരാജൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു വ്യക്തി ശരീരത്തിൽ മുഴുവൻ അൾസറേറ്റീവ് കൊളൈറ്റിറ്റിസ് എന്ന് പറയുന്ന രോഗമായിട്ട് ശരീരം മുഴുവൻ, അതായത് കുടൽ മുഴുവൻ മുറിച്ചു മാറ്റേണ്ട രോഗമാണ്. ഈ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു, നിർമ്മലാനന്ദഗിരി മഹാരാജൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, തുമ്പ എടുത്തതിന് ശേഷം അതിനെ കഷായം വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞു. ഈ പേഷ്യൻ്റ് പോയതിന് ശേഷം തുമ്പയോ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇയാളൊന്നും ചെയ്തിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു, സാറേ ഒരു മാറ്റമില്ല, ഞാനിതൊക്കെ ട്രൈ ചെയ്തു. മഹാരാജനറിയാം അദ്ദേഹം ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ എന്തെങ്കിലും താങ്കൾ ഉണ്ടാക്കി എന്തെങ്കിലും മരുന്ന് തരൂ എന്ന് മഹാരാജനോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ സാധനത്തിനെ കഷായം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ആക്കിയതിന് ശേഷം ദ്രോണപുഷ്പാദി കഷായം എന്ന് അങ്ങനെ എന്തോ ഒരു പേര് ഇട്ടതിന് ശേഷം പറഞ്ഞു, ഈ മരുന്ന് ഭയങ്കര വിലയുള്ളതാണ്, 5000 രൂപയാണ് അതിൻ്റെ വില എന്ന് പറഞ്ഞ ശേഷം ഈ മരുന്ന് കൊടുത്തപ്പോൾ ഈ രോഗി ഈ രോഗി പോയതിന് ശേഷം ഈ മരുന്നെല്ലാം കഴിച്ചപ്പോൾ ഈ രോഗിക്ക് വളരെ പെട്ടെന്ന് ആ പ്രശ്നം ശരിയായതിന് ശേഷം അപ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വാമിക്ക് മനസ്സിലായത് ഈ വ്യക്തി ഇതാണ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിസ്സാരമായിട്ട് കിട്ടുന്ന മരുന്ന് അവർ തുച്ഛമായിട്ട് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ചില മരുന്നുകൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അതിലൊരു മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വളരെ നിസ്സാരപ്പെട്ട മരുന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മരുന്നാണ്. പ്രത്യേകിച്ചിട്ട് അസിഡിറ്റി, അതേപോലെ തന്നെ ശരീരത്തിന് ഉള്ളിൽ അൾസർ ഉണ്ടാവുന്ന അതേപോലെ തന്നെ ഇത് മറ്റനേകം രോഗങ്ങൾക്ക്, ഗ്യാസ്, അസിഡിറ്റി, അങ്ങനത്തുള്ള ഉദരപ്രശ്നമായിട്ടുള്ള എല്ലാ രോഗത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സംഗതിയാണിത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആര്യവേപ്പിലയില ഒരു പിടി ആര്യവേപ്പ്. അത് ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അല്പം കൂടിയാലും കമ്മിയായാലും കണക്കൊന്നുമില്ല, പ്രത്യേകിച്ചിട്ട് അനുപാനങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിനൊരു അനുപാതം അല്ലെങ്കിൽ ഇത്ര സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്നുമില്ല. നാട്ടുവൈദ്യത്തിൽ അങ്ങനെയാണ്, എല്ലാവരും കൈക്കണക്കാണ്. അപ്പോൾ ഒരു പിടി ആര്യവേപ്പില എടുത്തതിന് ശേഷം അതിൻ്റെ ഇലയെല്ലാം നുള്ളിയെടുത്തതിന് ശേഷം ഒരു ദിവസം നിഴലത്തിടുക. അപ്പോൾ ഒരല്പം വാടി കിട്ടും. ഒരു
ചീനച്ചട്ടി എടുത്തിട്ട് ഇരുമ്പിൻ്റെയോ മണ്ണിൻ്റെയോ എടുത്തതിന് ശേഷം അതിൽ ഈ ഇലകൾ ഇട്ടതിന് ശേഷം നല്ലപോലെ വറുക്കുക. ഡ്രൈ ആയിട്ട് വേണം വറുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇല പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഒടിയുന്ന പാകം വരെ, അതായത് ഒരു 10-15 മിനിറ്റ് നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്തും ഇല ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒടിയും. ആ പാകത്തിൽ നമ്മൾ വളരെ ചെറിയ തീയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ ചൂട്ടിൽ അതിനെ വറുത്തുകൊണ്ടേ ഇരിക്കുക. വറുത്തതിന് ശേഷം ഒടിയുന്ന പാകം ആയിക്കഴിഞ്ഞാൽ വറുക്കുന്ന നിർത്തതിന് ശേഷം നമ്മളത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് അവിലെടുക്കുക, ഒരു 1/4 കിലോ അവിൽ അല്ലെങ്കിൽ ഒരു 1/2 കിലോ അവിലെടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഈ വേപ്പിൻ്റെ ആ കയ്പിനെ ഒന്ന് കമ്മിയാക്കാനും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഈ സാധനം ആഡ് ചെയ്യണമെന്ന് മാത്രമേ. കാരണം അത് പൗഡർ ഡയറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ഹെവി ആവും നമുക്ക്. അതുകൊണ്ടാണ് അതിൽ ഈ അവിൽ നമ്മൾ വറുത്തിടുന്നത്. അപ്പോൾ ഒരു പിടി വേപ്പിൻ്റെ ഇല എന്ന് പറയുന്ന സമയത്ത് അതിന് ഒരു 1/4 കിലോ അവിൽ അല്ലെങ്കിൽ ഒരു 1/2 കിലോ അവിൽ നമ്മൾ നല്ലപോലെ അതും ഇതേപോലെ തന്നെ നല്ലപോലെ വറുക്കുക, ഡ്രൈ ആയിട്ട് വറുക്കുക. വറുത്തതിന് ശേഷം ഈ അവിലിനെയും നമ്മൾ മാറ്റി വയ്ക്കുക. അവിലെപ്പോഴും വെളുത്ത അവിൽ ഉപയോഗിക്കുന്നതിന് പകരം ആ തവിടുള്ള അവിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മട്ടയുടെ അവിലൊക്കെ ഉണ്ടാവും, ഇത്തിരി കട്ടിയുള്ളത്, അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളുത്ത അവിൽ അത്ര ഗുണം ഉണ്ടാവില്ല, തവിടുള്ള അവിലായിരിക്കണം, അതാണ് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇത് രണ്ടും കൂടി വേറെ വേറെ പൊടിച്ചതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഒരു ബോട്ടിൽ, ഒരു ചില്ല് കുപ്പിയിലാക്കി വയ്ക്കുക. അതിൽ നിന്ന് നമ്മൾ 1 ടീസ്പൂൺ എടുത്തതിന് ശേഷം നമ്മൾ ഭക്ഷണത്തിന് മുൻപ് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഭക്ഷണശേഷം വേണമെങ്കിൽ കഴിക്കാം. ഭക്ഷണശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഭക്ഷണശേഷം 1 ടീസ്പൂൺ എടുത്തതിന് ശേഷം വായിലിട്ടതിന് ശേഷം നല്ലപോലെ അതിനെ ചവച്ചരച്ചിട്ട് വേണം അതിനെ മെഴുകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് വെള്ളം കുടിച്ച് മെഴുകരുത്. നല്ലപോലെ തന്നെ അല്പം കയ്പുണ്ടാവും, കാര്യമില്ല, അതിന് ചവച്ചരച്ചിട്ട് അങ്ങനെ നമ്മൾ മെഴുകുക. മെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിലെ അൾസർ, അതേപോലെ തന്നെ ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ മിക്ക രോഗങ്ങളും ഇതുകൊണ്ട് തന്നെ ഭേദമാവും. അതുകൂടാതെ ഈ സാധനം വളരെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. മറ്റനേകം രോഗങ്ങൾക്കും ഇത് ഫലപ്രാപ്തിയാണ്. അതായത് ഒരു സർവ്വരോഗ സംഹാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ നമുക്ക് ഈ സാധനത്തെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള ക്രെഡിറ്റ് എപ്പോഴും ആ വ്യക്തിക്ക് തന്നെ കൊടുക്കണം, ഇത് പറഞ്ഞു തന്ന വ്യക്തിക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു നന്മ കൊണ്ട് ഇത് പറഞ്ഞു തന്നു. അപ്പോൾ ഏതൊരു സാധനം കിട്ടിക്കഴിഞ്ഞാലും ഒരു സാധനവും എനിക്ക് നിർത്താൻ ആഗ്രഹമില്ല. കാരണം എനിക്കെല്ലാം ലോകത്തിന് കൊടുക്കണം. കാരണം ഒരെണ്ണം ഏതെങ്കിലും ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റില്ല. അന്ന് എനിക്ക് പൈസ സമ്പാദിക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് പങ്കിട്ട് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ളവർക്കായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പക്ഷേ ഈ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കാപ്പി, ചായ എന്ന് പറഞ്ഞാൽ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പാലുൽപ്പന്നങ്ങളും പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇറച്ചി, മീൻ, മുട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അതുകൂടാതെ വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അടുത്ത വീഡിയോ നമ്മളൊരു പുതിയ വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.